ഹായ് നമസ്കാരം. അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജിലുള്ള അവസാനത്തെ മാച്ചും കഴിഞ്ഞു. ഇംഗ്ലണ്ട് vs സൗത്ത് ആഫ്രിക്ക. ഒരു മെൻ്റലി ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു തരത്തിലും ഒരു എനർജറ്റിക് അല്ലാത്തൊരു ഇംഗ്ലണ്ട് ടീമിനെയാണ് ഇന്ന് കണ്ടത്. ഒബിയസ്ലി അങ്ങനെ തന്നെ വരാൻ സാധ്യതയുള്ളൂ. കാരണം 2 കളി തോറ്റ് അവർ ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജിലായാലും മൊത്തത്തിൽ ഒരു ഇംഗ്ലണ്ട് ടീമിന് ഒരു ഉഷാറിലായിരുന്നു. ഇപ്പോൾ ബാറ്റിങ്ങിൽ വിക്കറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ മിക്ക ബാറ്റ്സ്മാൻമാരും ടോപ്പ് പച്ചൊക്കെ എടുത്തിട്ട് ഔട്ടാവുക ചെയ്തത്. അതൊരു കെയർലെസ് ആയിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വിക്കറ്റ്സ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതൊരു ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കെയർലെസ് ആയിട്ട് അല്ലെങ്കിൽ 100% നമുക്ക് മാനസികമായിട്ടൊരു ഉന്മേഷം ഇല്ലാതെ കളിക്കുന്ന ഒരു മാച്ച് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. സോ മാച്ച് സത്യം പറഞ്ഞാൽ വളരെ ബോറിംഗ് ആയിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ പെർഫോമൻസ് വളരെ ബോറിംഗ്. ഒബ്വിയസ്ലി അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. സൗത്ത് ആഫ്രിക്കയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തു. അവരൊരു വാമപ്പ് മാച്ച് പോലെ ആയിരിക്കും ഒരുപക്ഷെ ഈ മാച്ച് കളിച്ചത്. ബോളിങ്ങിൽ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തു. ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ അതുപോലെ തന്നെ അവരുടെ ബാറ്റ്സ്മാൻമാരെല്ലാം ഫോമിലാണ്. ഓൾറെഡി ഇന്നിപ്പോൾ ഡക്കായത് ഒരാളാണ്, ക്രിസ്റ്റ്യൻ സ്റ്റബ്സാണ്. പുള്ളി മിക്കവാറും അടുത്ത മാച്ചിലുണ്ടാവില്ല, സെമിയിൽ ഫൈനലും ഉണ്ടാവില്ല. ബിക്കോസ് ബാവുമ വരുമ്പോഴത്തേക്ക് പുറത്ത് പോകുന്നത് സ്റ്റബ്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ക്ലാസൻ തിരിച്ചു വന്നിട്ട് ക്ലാസൻ നല്ല ടച്ചിലാണ്, നന്നായിട്ട് ബാറ്റ് ചെയ്തു. വളരെ മെച്യൂറായിട്ട് ഒരു ODI ക്രിക്കറ്റിൻ്റെ ഒരു ശൈലിയിൽ തന്നെ നല്ല ക്ഷമയോടെ ബാറ്റ് ചെയ്തു ക്ലാസൻ. അതുപോലെ തന്നെ വാണ്ടർഡസൺ അസാധ്യ ഫോമിലാണ്. അതുപോലെ തന്നെ റിക്കിൾട്ടണും അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഓൾറെഡി ഒരു സെഞ്ചുറി അടിച്ച പ്ലെയറാണ്. സോ അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ മാർക്രൂം അത്യാവശ്യം നല്ല ഫോമിൽ ഒരു കളി കളിച്ചു. അപ്പോൾ ഒരു ടോട്ടലി ഒരു നല്ല ഫോമിലുള്ള ഫുൾ സെറ്റായിട്ടുള്ളൊരു ടീമായിരിക്കും അവർ സെമി ഫൈനലിലേക്ക് പോകുന്നത്. സോ ഓൾ ഗുഡ് ഫോർ സൗത്ത് ആഫ്രിക്ക. ഇനിയിപ്പോൾ 2 സെമി ഫൈനലും ഫൈനലും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള മാച്ചെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ ഈ ഗ്രൂപ്പ് സ്റ്റേജിലുള്ള അവസാനത്തെ മാച്ചുകളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക ഉള്ളതും വൺ സൈഡഡ് ആയിരുന്നു, അല്ലെങ്കിൽ ബോറിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ മഴ വന്ന് എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ ഇന്ത്യ സത്യം പറഞ്ഞാൽ ഫൈനൽ വരെ കളിക്കുന്നതാണ് എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ 2 മാച്ചെങ്കിലും ദുബായിൽ നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്ത്യ പുറത്താവണമെന്നുണ്ടെങ്കിൽ വീണ്ടും പാകിസ്ഥാനിലേക്ക് വന്നിട്ട് ഈ മഴയും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ സംഘാടനം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ മാച്ച് ഓസ്ട്രേലിയ vs അഫ്ഗാനിസ്ഥാൻ മാച്ചിലൊക്കെ ആ മഴ പെയ്തിട്ട് അത് ക്വിക്കായിട്ട് ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട്. സോ ഫൈനലിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെൻറ്റ് തന്നെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവസാനം ഈ ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ അവസാനമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി സെമി ഫൈനലെങ്കിലും നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ച് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം 4 ടീമും നല്ല സെറ്റായിട്ടുള്ള ടീമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും ഇന്ത്യ ആയാലും ന്യൂസിലൻഡ് ആയാലും എല്ലാവരും നല്ല സെറ്റായിട്ടുള്ള ടീമുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല തീപ്പൊരി മത്സരങ്ങൾ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നലത്തെ മാച്ച് റിവ്യൂ ചെയ്തില്ലായിരുന്നു. ഓസ്ട്രേലിയ vs അഫ്ഗാനിസ്ഥാൻ സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടുമായിട്ട് കളിച്ചപ്പോൾ യാതൊരു പ്രതീക്ഷയില്ലാതെ കളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു 100% കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ കളിച്ചത്. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയയായിട്ടുള്ള മാച്ചിൽ അവർക്ക് സ്വാഭാവികമായിട്ടും മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആവുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. അഫ്ഗാനിസ്ഥാൻ പ്ലേയേഴ്സ് കുറച്ച് പ്രഷറിലായിട്ട് കളിച്ച പോലെ എനിക്ക് തോന്നി. ബാറ്റിങ്ങിലായാലും ബോളിങ്ങിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. എസ്പെഷ്യലി ബാറ്റ് ചെയ്തപ്പോൾ കുറച്ച് പ്രഷറിൽ കളിച്ച പോലെ തോന്നിയത്. ഇപ്പോൾ സെദ്രാൻ ആയാലും കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടുമായിട്ട് നന്നായിട്ട് കളിച്ച സെദ്രാൻ ഒരു ഫുട് വർക്കൊന്നും ഇല്ലാതെ കുറേ ഷോട്ട്സ് കളിച്ചു. ഔട്ടായ ബോൾ അതുപോലെ തന്നെ കുറച്ച് വലിഞ്ഞ് അടിച്ച് ഔട്ടായ സാമ്പയുടെ ബോളിൽ അത് ഒരു കാര്യമില്ലാത്ത ഒരു വേസ്റ്റ് ബോളിൽ ഔട്ടായി. അതുപോലെ തന്നെ മറ്റു ബാറ്റ്സ്മാൻമാരും എപ്പോൾ അഗ്രസീവായിട്ട് കളിക്കണം, എപ്പോൾ റണ്ണ് സ്കോർ ചെയ്യണമെന്ന് അറിയാതെ ഒരു ക്ലൂ ഇല്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്ത് ഔട്ടായിപ്പോയി. ഇപ്പോൾ കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ സ്ലോ ആയിട്ടാണ് പോയത്. ഒരു 24 hours എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ 10 ഓവറാണ് അവർ ആക്സിലറേറ്റ് ചെയ്തിട്ട് ഇത്ര റൺ അടിച്ചത്. ഇപ്പോൾ ഇന്നലത്തെ ഓസ്ട്രേലിയയായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ അവർ അടിക്കാൻ നോക്കിയിട്ട് റൺസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത സ്വയം പ്രഷറിലായി വിക്കറ്റ് കളയുക ചെയ്തത്. എങ്കിൽ സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്ത് റൺസ് വന്നതുമില്ല. അപ്പോൾ സെദ്രാൻ തന്നെ ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ചിൽ വളരെ ഈസി ആയിട്ടാണ് സിംഗിൾസ് ഒക്കെ എടുത്തിട്ട് റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. സിംഗിൾസ് ആയാലും ഡബിൾസ് ഒക്കെ ഓടിയിട്ട്. അതുകൊണ്ട് തന്നെ ബൗണ്ടറീസ് ആ ഒരു പ്രഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബൗണ്ടറീസും ഈസി ആയിട്ട് വന്നുകൊണ്ടിരുന്നു ഇന്നലത്തെ മാച്ചിൽ. പക്ഷേ അവർക്കൊന്നും വർക്കൗട്ട് ആയില്ല. ഒബിയസ്ലി അവർ കമ്പാരിറ്റീവ്ലി എക്സ്പീരിയൻസ് കുറഞ്ഞൊരു ടീം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമാണ്. ഓസ്ട്രേലിയ പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ടീമുകളോടൊക്കെ കളിക്കുമ്പോഴത്തെ എക്സ്പീരിയൻസ് റിയലി മാറ്റേഴ്സ്. കാരണം ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് പ്ലെയേഴ്സിന് വേണം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് യങ്ങറായിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും ഇൻ്റർനാഷണൽ ഒരു കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കുറവാണ്. സോ ഇറ്റ്സ് ഒബിയസ്. എങ്കിലും ബാറ്റിങ്ങിൽ ആവശ്യമില്ലാത്ത പ്രഷർ എടുക്കാതെ വളരെ ഇംഗ്ലണ്ടുമായിട്ട് കളിച്ച പോലെ കളിച്ചിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് 300 മുകളിൽ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയാണ്. ഒരു 330, 340 അടിക്കാൻ പറ്റിയാണ്. ഇപ്പോൾ തന്നെ 275 അടിച്ചു.
അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറ്റിയേനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയെ പ്രഷറിലാക്കാൻ പറ്റിയേനെ. മഴയായിരുന്നു. അപ്പോൾ മഴ വരുമ്പോഴത്തേക്ക് ആ ഒരു സ്കോർ ചേസ് ചെയ്യുന്നതും ഈ ഒരു 275 ചേസ് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ചിൽ നമ്മൾ കണ്ടു അഫ്ഗാൻ പ്ലേയേഴ്സ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഓസ്ട്രേലിയയായിട്ടുള്ള മാച്ചിലൊന്നും ഒരു മിസ്റ്റേക്കും ഉള്ളൊരു സ്പേസ് ഇല്ല. ഭയങ്കര ക്രൂഷ്യലാണ് ക്യാച്ചസ് എന്ന് പറയുന്നത്. ആ 2 ക്യാച്ച് വിട്ടിട്ട് ഹെഡിൻ്റെ ക്യാച്ച് വിട്ടു. അപ്പോൾ ആ ക്യാച്ച് വിട്ടിട്ട് മാച്ച് ജയിക്കണമെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ പോലുള്ള ടീമിനോടൊന്നും കളിക്കുമ്പോൾ യാതൊരു ചാൻസും ഇല്ലാത്ത കാര്യമാണ്. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് അഫ്ഗാനിസ്ഥാന് തോൽക്കേണ്ടി വന്നു. ബട്ട് ആസ് എ ടീം ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒബ്വിയസ്ലി പ്രോമിസിങ് ആയിട്ടുള്ളൊരു ടീമാണ്. ഏഷ്യയിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, ഇന്ത്യ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീം അഫ്ഗാനിസ്ഥാനാണ്. ശ്രീലങ്കയും കുറച്ചൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാന് 2026 T20 വേൾഡ് കപ്പ് ആയാലും അതുപോലെ തന്നെ 2027 50 ഓവർ വേൾഡ് കപ്പ് ആയാലും ഇതിലേക്കൊക്കെ ഇപ്പോൾ ഉള്ള യങ് പ്ലെയേഴ്സ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ദേ വിൽ ബി ഡെഫിനറ്റ്ലി എ ടഫ് ടീം ടു ബീറ്റ് ഫോർ. അപ്പോൾ എന്തായാലും ഇന്ത്യ ന്യൂസിലൻഡ് നാളത്തെ മാച്ചും കൂടെ കഴിയുമ്പോഴേ ആരൊക്കെയാണ് സെമി ഫൈനലിൽ കളിക്കാൻ പോകുന്നുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ നാളത്തെ മാച്ചിൻ്റെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആൻഡ് ന്യൂസിലൻഡ് ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. ഒരാൾക്കൊരു എക്സ്ട്രാ എഡ്ജ് കൊടുക്കാൻ പറ്റുന്ന ടീമല്ല. 2 ടീമും നന്നായിട്ട് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. ആ ഒരു ദിവസം ആര് പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ വിജയം ഉണ്ടാകുന്നത്. എന്തായാലും 2 ടീമിനെ സംബന്ധിച്ചും വിജയിച്ച് സെമി ഫൈനലിലേക്ക് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വിജയിച്ച് പോകുന്നതും ഒരു മാച്ച് തോറ്റിട്ട് ആ ഒരു കോൺഫിഡൻസ് കുറച്ച് ഡിപ്പായിട്ട് സെമിയിലേക്ക് പോകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഇന്ത്യ ആയാലും ന്യൂസിലൻഡ് ആയാലും ഈ വരുന്ന നാളത്തെ മാച്ച് ജയിച്ച് സെമിയിലേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. സോ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ടീമുകളാണ്. സോ അപ്പോൾ നാളത്തെ ഇന്ത്യ vs ന്യൂസിലാൻഡ് മാച്ചിൻ്റെ റിവ്യൂമായിട്ട് കാണുന്നത് വരെ ബൈ.